എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റിലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വീട്ടിലുള്ള പൊടികളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളൊരു 2 കൈപ്പിടിയോളം പരിപ്പ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് കുക്കറിനകത്തിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളക് കൂടെ നെടുകെ കീറിയിട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം കുക്കർ അടച്ച് വെച്ച് വിസിലടിപ്പിക്കുമ്പോൾ മുകളിലോട്ട് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെണ്ടയ്ക്ക മാത്രം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല, ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം പരിപ്പിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും എല്ലാ ഭാഗത്തും ചെല്ലുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുവാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒറ്റ വിസിലടിപ്പിച്ചെടുത്താൽ മതിയേ. ഒത്തിരി വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണം പെട്ടെന്ന് വെന്ത് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ വിസിലടിപ്പിച്ച ഉടനെ എയർ മുഴുവൻ തുറന്നു വിടണേ, അല്ലെങ്കിൽ കഷ്ണങ്ങളെല്ലാം അലുത്തു പോകുന്ന പോലെ ആയി പോവേ. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടികളാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഒരു ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തീരെ കുറച്ച് വെച്ചേ വറുത്തെടുക്കാവുള്ളൂ. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ആ സമയത്ത് വേണം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിക്കിടുക. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെയാണ് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് സാമ്പാറൊക്കെ റെഡിയാക്കി കഴിയുമ്പോൾ കുറവുണ്ട ചേർത്ത് കൊടുക്കാം. കട്ടക്കായമാണെങ്കിൽ നല്ല മണവും ടേസ്റ്റും കിട്ടും. പക്ഷേ ഈ പൊടിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മണവും ടേസ്റ്റും കിട്ടാൻ സാധ്യതയില്ല, കുറച്ച് കുറവാണേ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കായം ചേർക്കുന്നത്. സാമ്പാറിന് എപ്പോഴും കായമാണ് മുന്നിൽ നിൽക്കേണ്ടത്, അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇവിടെ പ്രത്യേകിച്ചും ചേട്ടന് കായപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കണം, എന്നാലെങ്കിലേ ഉള്ളൂ സാമ്പാർ കഴിച്ചാൽ തന്നെ ഒരു ഇഷ്ടമുള്ളേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ എപ്പോഴും ചേർത്ത് കൊടുക്കും. പിന്നെ ഒത്തിരി ഓവറായിപ്പോയി കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സാമ്പാറിന് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്കിനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമുക്കിതിനകത്തോട്ടാണ് നമ്മൾ സാമ്പാർ കൂട്ടുന്നത്. അപ്പം അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ കടുക് വറക്കാനായിട്ടല്ല, നമുക്കിതിനകത്ത് വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അതിനാവശ്യമായ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പം വെണ്ടയ്ക്ക നേരത്തെ ഒന്ന് കഴുകി അരിഞ്ഞ് വെക്കണേ, അല്ലെങ്കിൽ വെള്ളത്തോടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എണ്ണയ്ക്കകത്തിട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ ഭയങ്കര കൊഴുപ്പായിരിക്കും നമ്മുടെ സാമ്പാറിന്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കൊഴുപ്പില്ലേ, വെണ്ടയ്ക്കയുടെ കൊഴുപ്പ് നമ്മുടെ സാമ്പാറിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണേ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയ്ക്കകത്ത് കിടന്ന പൊടി ഒന്ന് ഇതാകണം. അപ്പോൾ നമ്മൾ വറുത്ത പൊടി എന്നാലും എണ്ണയ്ക്കകത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇതായി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കർ കഴുകി അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളവും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറവുണ്ട് ഈ സമയത്തൊക്കെ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേന് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം ചാറ് എത്രയാണ് വേണ്ട അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇത് പരിപ്പൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കുറുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇരുന്ന് കഴിയുമ്പോൾ അത് കറക്റ്റ് പരുവായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഇതുവരെ ചേർത്ത് കൊടുത്തില്ലായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കണം. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ബാക്കി പൊടികളൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു കായത്തിൻ്റെ ടേസ്റ്റ് കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കാം. തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ സാമ്പാർ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചാൽ മതി, പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാൻ പോവാണേ. അപ്പം കടുക് താളിച്ചൊഴിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പം ഞാൻ അതൊന്നും വീഡിയോ എടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഉണക്കമുളകും കടുകും കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് കടുകും കൂടെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റുള്ള സാമ്പാറാണേ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.